ഹലോ പ്രിയ വിദ്യാർത്ഥികളെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലെഡ്ജർ ക്രിയേഷൻ കഴിഞ്ഞിട്ടുള്ള ട്രാൻസാക്ഷൻ ആണ്. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് നമ്മുടെ ലെഡ്ജർ ക്രിയേഷൻ എന്ന് പറയുന്ന കാര്യമാണ്. മൾട്ടിപ്പിൾ ആയിട്ട് നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ലെഡ്ജർ എന്ന് പറയുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്ന ഡെബിറ്റ് ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നമ്മൾ കൊടുത്തത്. അപ്പോൾ ഒരു 3,07,000 രൂപയോളം നമുക്കിപ്പോൾ ട്രയൽ ബാലൻസിൽ കിടക്കുന്നുണ്ട്. അപ്പം അതിന് ബാക്കി സെക്ഷനായിട്ട് ഇന്ന് നമ്മൾ പറയുന്നത് ട്രാൻസാക്ഷൻ ആണ്. അതായത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഡെയിലി നടക്കുന്ന ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ എൻ്റർ ചെയ്യാനുള്ളത്. ഫസ്റ്റ് April 2022, മിസ് രേഷ്മ ആൻഡ് മിസ് ഷഫീല സ്റ്റാർട്ടഡ് എ റെഡിമെയ്ഡ് ഗാർമെന്റ്സ് ബിസിനസ് ഇൻ മലപ്പുറം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മലപ്പുറം എന്ന് പറയുന്ന ഏരിയയിൽ റെഡിമെയ്ഡ് ഗാർമെന്റ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ഈ രണ്ട് വ്യക്തികൾ എന്നാണ് പറഞ്ഞത്. ഇതിൽ രേഷ്മ ഇൻവെസ്റ്റഡ് 10 lakh, മിസ് ഷഫീല ഇൻവെസ്റ്റഡ് 15 lakh. ഒരാൾ 10 ലക്ഷവും ഒരാൾ 15 ലക്ഷം, ടോട്ടലി 25 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ഇവർ ഈ ബിസിനസ് തുടങ്ങിയതെന്നാണ് നമ്മുടെ ട്രാൻസാക്ഷൻ ഉള്ളത്. അപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ക്യാഷ് ബിസിനസ്സിലേക്ക് വന്നതാണ്. അപ്പോൾ ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്ന ഒരു ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു വൗച്ചർ എന്ന് പറയുന്നത് റെസിപ്റ്റ് വൗച്ചർ ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ടാലി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ ഒരു ടാലി എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ നമ്മൾ W എന്ന് കൊടുത്തിട്ട് വർക്ക് മോഡ് എക്സ്പീരിയൻസ്, നമ്മുടെ കമ്പനി തന്നെയാണ് മൗണ്ട് എന്ന് പറയുന്ന ഈ കമ്പനി തന്നെയാണ് ഓണായി നിൽക്കുന്നത്. നമുക്ക് ജസ്റ്റ് പറഞ്ഞിട്ടുള്ള ട്രയൽ ബാലൻസും ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടല്ലേ, ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് 3,07,000 രൂപയോളം ഇപ്പോൾ നമ്മുടെ ട്രയൽ ബാലൻസിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എസ്കേപ്പ് അടിച്ച് ഗെറ്റ് യുവർ ടാലിയിൽ വന്നു. ഇനി നമ്മളെ ട്രാൻസാക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് എന്ന് പറയുന്ന ഈ ഗ്രൂപ്പാണ് നമ്മൾ എടുക്കേണ്ടത്. അവിടെയാണ് നമ്മുടെ വൗച്ചേഴ്സുകൾ. അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആ ഒരു അക്കൗണ്ടിങ് ഗ്രൂപ്പ് ഓപ്പൺ അക്കൗണ്ടിങ് എന്ന് പറയുന്ന വൗച്ചേഴ്സിന് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മാസ്റ്റർ ട്രാൻസാക്ഷൻസിൽ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് എടുത്തപ്പോൾ ഇവിടെ ഡിഫോൾട്ടായിട്ട് ഒരുപാട് നമ്മുടെ മൊത്തം 1, 2, 3, 4, 5 എണ്ണം ഇപ്പോൾ ഇവിടെ നമ്മളങ്ങനെ കാണുന്നുണ്ട്. ആറാമത്തെ ഒന്ന് ഇവിടെ ഓണായി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് നമുക്ക് 6 വൗച്ചേഴ്സുകളാണ് നമ്മൾ ഓണായി നിൽക്കുക. അപ്പോൾ ഏതൊക്കെയാണ് 6 വൗച്ചേഴ്സുകൾ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഒന്ന് നമ്മൾ പേയ്മെൻറ്റ് വൗച്ചർ എന്ന് പറയും, മറ്റൊന്ന് കോൺട്രാ വൗച്ചർ. നമ്മൾ എന്തെങ്കിലും പേയ്മെൻ്റ് ആയിട്ട് നമ്മുടെ ബിസിനസ്സിൽ നിന്നും പേയ്മെൻറ്റ് ചെയ്യുന്നതാണെങ്കിൽ, നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നതാണെങ്കിൽ പേയ്മെൻറ്റ് വൗച്ചറിലാണ് ചെയ്യുക. നമ്മൾക്ക് ക്യാഷ് വന്നതാണെന്നുണ്ടെങ്കിൽ ഇവിടെ റെസിപ്റ്റ് വൗച്ചർ എന്ന് പറയുന്നതാണ് ചെയ്യുക. ക്യാഷും അതുപോലെ തന്നെ ബാങ്കുമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ കോൺട്രാ വൗച്ചറിലാണ് നമ്മൾ ചെയ്യുക. ഒരു താൽക്കാലിക ഒരു അതായത് ജേണൽ വൗച്ചർ എന്ന് പറയുന്നത് ഒരു നമ്മൾ പറയുക, ഈ ബിസിനസ് ട്രാൻസാക്ഷൻസ് കടത്തിന് വാങ്ങുന്നതുമായിട്ടൊരു അഡ്ജസ്റ്റ്മെന്റ് എൻട്രികൾക്ക് ആ എൻട്രി ചെയ്യുന്നതൊക്കെ ജേണൽ വൗച്ചറിലാണ്. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയിൽ നിന്നും സാധനങ്ങൾ വിൽക്കുന്നുണ്ടെങ്കിൽ സെയിൽസ് വൗച്ചറിലാണ് ചെയ്യുക. നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ പർച്ചേസ് വൗച്ചറിലാണ് ചെയ്യുക. ഇത്രയാണ് ബേസിക്കലി നമുക്ക് ഉള്ള വൗച്ചേഴ്സുകൾ ഇനിയുണ്ട്. ഇവിടെ ഹൈഡായി നിൽക്കുന്നുണ്ട് ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനിയുണ്ട്. ഡിഫോൾട്ടായിട്ട് ഓണായി നിൽക്കുന്ന 6 വൗച്ചേഴ്സുകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമ്മളതിൽ ഈ ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ രേഷ്മ ഇൻവെസ്റ്റഡ് 10 lakh, അതുപോലെ തന്നെ ഷഫീല ഇൻവെസ്റ്റഡ് 15 lakh. ഇത്ര 2 കാര്യങ്ങൾ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ അത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിലേക്ക് വന്നതാണ്. അപ്പോൾ നമ്മൾ അവിടെയുള്ള ട്രാൻസാക്ഷൻസിന് എടുക്കുന്ന വൗച്ചർ എന്ന് പറയുന്നത് ജേണൽ വൗച്ചറാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ജേണൽ വൗച്ചർ എടുത്തു. ജേണൽ വൗച്ചർ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ഡേറ്റ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. ഇതിൽ 1 April, അതായത് 1/4/22 അപ്പോൾ എപ്പോഴും നമ്മൾ ട്രാൻസാക്ഷൻസ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഇതിൽ തന്നെ 1/2 തന്നെ ആയിരിക്കും ഉണ്ടാവുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ എഡ്യൂക്കേഷൻ മോഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ 2 ഡേറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇപ്പോൾ ആക്ടിവേഷൻ മോഡാണെങ്കിൽ നമുക്ക് 1 to 31 days വരെ നമുക്ക് ഏത് വേണമെങ്കിലും എൻ്റർ ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മൾ എഡ്യൂക്കേഷൻ മോഡ് ആയതുകൊണ്ട് തന്നെ 1, 2 തീയതികൾ മാത്രമേ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഡേറ്റുകൾ ഇട്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ 1/4/22 നമ്മൾ വേണ്ടത്. അപ്പോൾ നമ്മളുടെ വൗച്ചർ ഡേറ്റ് അടിക്കാനായിട്ട് നമ്മളിതാ ഇത് കൊടുക്കുമ്പോൾ നമ്മളിവിടെ 2/4 നിൽക്കുന്നത്. അപ്പോൾ 1/4/22 എൻ്റർ ചെയ്തു. അപ്പോൾ നമ്മളുടെ 1/4/22 എന്ന് പറയുന്ന ജേണൽ വൗച്ചറിൽ 1/4/22 വൗച്ചർ ഡേറ്റ് കറക്റ്റ് ആണ്.
ദെൻ ഇവിടെ ഡി ആറിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഡി ആർ സി ആർ നമുക്ക് കാണുന്നില്ല എങ്കിൽ ഇവിടെ നമുക്ക് F12 എന്ന് പറയുന്ന കോൺഫിഗറേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ യൂസ് സി ആർ ഡി ആർ ഇൻസ്റ്റെഡ് ഓഫ് ടു ഓർ ബൈ ഡ്യൂറിങ് എൻട്രി അവിടെ എസ് ആക്കി കൊടുത്താൽ മാത്രമേ അവിടെ സി ആർ ഡി ആർ അല്ലെങ്കിൽ ബൈ ടു എന്നുള്ള രീതിയിലേക്കായിരിക്കും നമ്മളുടെ എൻട്രി. അപ്പം നമ്മൾ ഓൾറെഡി നമ്മളിപ്പോൾ ജേണലൊക്കെ കൊടുത്തത് സി ആർ ഡി ആർ എന്ന് പറയുന്ന ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലേക്ക് വരുന്ന ഒരു ഇപ്പോൾ ഇവിടുത്തെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ക്യാഷ് ബിസിനസ്സിലേക്ക് വന്നു. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു നമ്മൾ രണ്ട് വ്യക്തികളാണുള്ളത്, രേഷ്മാസ് ക്യാപിറ്റൽ അതുപോലെ തന്നെ ഷഫീലാസ് ക്യാപിറ്റൽ. ഇങ്ങനെയാണ് നമ്മളുടെ ട്രാൻസാക്ഷൻ വരുന്നത്. അപ്പോൾ ഡെപ്റ്റർ എന്ന് പറയുന്നത് നമ്മളുടെ ട്രാൻസാക്ഷൻ അതേപോലെ തന്നെ ഇപ്പോൾ സി ആർ ഡി ആർ ബൈ ടു ഒഴിവാക്കിയിട്ട് സി ആർ ഡി ആർ ഓപ്ഷൻ കൊടുക്കണമെങ്കിൽ F12 പോയിട്ട് ഇവിടെ ഈ രണ്ടാമത്തെ ഓപ്ഷൻ യൂസ് സി ആർ ഓർ ഡി ആർ ഇൻസ്റ്റെഡ് ഓഫ് ടു ഓർ ബൈ ഡ്യൂറിങ് എൻട്രി എസ് ആക്കി കൊടുക്കുക. ഓക്കെ, അവിടെ എസ് തന്നെയാണ് ഓൾറെഡി, അതുകൊണ്ടാണ് അവിടെ ഡി ആർ സി ആർ വന്നിട്ടുള്ളത്. ഞാൻ എസ്കേപ്പ് പഠിക്കുന്നു. ഇനി ഡി ആറിൽ നമ്മൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു, അപ്പോൾ ഇവിടെ നമുക്ക് ക്യാഷ് ആണ് വേണ്ടത്. ഞാൻ സ്പേസ് ബാർ അടിച്ചു കഴിഞ്ഞാൽ ക്യാഷ് ഓൾറെഡി നമ്മളുടെ ലിസ്റ്റ് ഓഫ് ലെഡ്ജറിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ക്യാഷ് സെലക്ട് ചെയ്തു. ക്യാഷ് സെലക്ട് ചെയ്ത് എത്രയാണ് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്? ഇപ്പോൾ ടോട്ടലി 10 ലാഖും ഇവിടെ 15 ലാഖുമാണ്, അതായത് ടോട്ടലി 25 ലാഖ്. ഇപ്പോൾ 25 1 2 3 4 5 5 0 25 ലാഖ്. സി ആറിൽ ആരാ നമ്മളുടെ ഇവിടെ നമുക്ക് ഇതിൽ ആരുമില്ല. നമ്മൾ രണ്ട് ആളുകളാണ് നമ്മൾ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് രേഷ്മ, മറ്റൊന്ന് ഷഫീല. ഞാനത് ആൾട്ട് സി ക്രിയേറ്റ് ചെയ്യാം. രേഷ്മാസ് ക്യാപിറ്റൽ, രേഷ്മാസ് ക്യാപിറ്റൽ, രേഷ്മാസ് ഒരു അപ്പോസ്ട്രോഫി എസ് ഇടാം, രേഷ്മാസ് ക്യാപിറ്റൽ. ഇത് ക്യാപിറ്റൽ ആണെന്നുള്ളത് നമ്മളുടെ വൗച്ചേഴ്സിന് മനസ്സിലാവണമെങ്കിൽ, അതിൽ ലെഡ്ജറിന് മനസ്സിലാവണമെങ്കിൽ ഇതിന്റെ അണ്ടർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് തന്നെ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഇതിന് ഡിഫോൾട്ടായിട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നിട്ട് സെലക്ഷൻ ആയിട്ടുണ്ട്. ഇപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് തന്നെ സെലക്ട് ചെയ്തു. ദെൻ എൻ്റർ അടിച്ച് പോവുക, ആക്സെപ്റ്റ് ചെയ്തു. ഇപ്പോൾ ഇവിടെ നമുക്ക് 25 എന്നുള്ളതാണ്. പക്ഷെ 25 തന്നിട്ടുണ്ടോ? ഇല്ല. ഇപ്പോൾ ഇവിടെ എത്രയാ രേഷ്മ ഇറക്കിയിട്ടുള്ളത്? 10 ആണ്. 10 ലാഖാണ്. 1 2 3 4 5. ഇപ്പം വീണ്ടും ഒരു സി ആറിലേക്ക് തന്നെ കയറി. ഇനി ഒരു സി ആർ കൂടി ഉണ്ട്. അപ്പം ഞാൻ ഇവിടെ വീണ്ടും ആൾട്ട് സി എന്ന് കൊടുത്തു. നേരെ പോകുന്നത് ലെഡ്ജർ ക്രിയേഷനിലേക്ക്. അവിടെ ഷഫീലാസ് ക്യാപിറ്റൽ, ഷഫീലാസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് അതും ക്യാപിറ്റൽ അക്കൗണ്ട് തന്നെയാണ്. എൻ്റർ അടിച്ചു, ആക്സെപ്റ്റ് ചെയ്തു. ഇപ്പോൾ ബാക്കി എമൗണ്ട് 15 ലാഖ് ഓൾറെഡി ഓട്ടോമാറ്റിക്കലി ഇവിടെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 25 ലാഖായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇവിടെ നമ്മൾ എൻ്റർ അടിക്കുന്നു. നെറേഷൻ ടൈപ്പ് ചെയ്യാം. നെറേഷൻ തന്നെ ടൈപ്പ് ചെയ്ത് പഠിക്കുക. ഇപ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. അതായത് സ്റ്റാർട്ടഡ് ബിസിനസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നെറേഷൻ ഓൾറെഡി നിങ്ങളെ ജേണൽ എഴുതുമ്പോൾ എഴുതുന്നുണ്ട്. ഇത് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ ആക്സെപ്റ്റ് ചെയ്തു. നമ്മുടെ ടൈം ഒരുപാട് ലാഗ് ആവണ്ടെന്ന് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ജേണൽ വൗച്ചർ ചെയ്തു. ഒന്നാമത്തെ എൻട്രി നമ്മൾ ചെയ്ത് കഴിഞ്ഞ് രണ്ടാമത്തെ എൻട്രി April 20th സെക്കൻഡിന് എന്താണ്? ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു SBI ബാങ്ക് 8 ലാഖ്, 8 ലക്ഷം രൂപ SBI ബാങ്കിലേക്ക്. SBI ബാങ്ക് ഓൾറെഡി നമ്മൾ ഇവിടെ ലെഡ്ജർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലെഡ്ജർ ക്രിയേഷനിൽ ഓൾറെഡി SBI ബാങ്ക് ലെഡ്ജർ ഉണ്ട്. അപ്പം നമുക്കിനി അതിൻ്റെ ആവശ്യമില്ല, ക്രിയേറ്റ് ചെയ്യേണ്ട. ഓൾറെഡി അത് ക്രിയേറ്റഡ് ആണ്. അപ്പോൾ April 2nd ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു SBI ബാങ്ക്. അപ്പം നമ്മൾ ജേണൽ വരുന്നത് SBI ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. അപ്പോൾ നമ്മുടെ ഡി ആറിൽ SBI ഏത് ക്യാഷും ബാങ്കും ഏത് വൗച്ചർ ആയിരിക്കും? കോൺട്രാ വൗച്ചർ. അപ്പോൾ നമ്മൾ നേരെ ടാലി ഓപ്പൺ ചെയ്യുക. കോൺട്രാ വൗച്ചർ എന്ന് പറഞ്ഞിട്ട് കോൺട്രാ വൗച്ചർ ഓപ്പൺ ചെയ്തു. ഡേറ്റ് ആണ് F2. ഡേറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 2/4. ഓക്കെ, 2/4 അല്ലേ നമ്മുടെ ഡേറ്റ്? April 2nd ഉണ്ടാവും. അപ്പോൾ 2/4 തന്നെയാണ് നമുക്ക് വേണ്ടത്. 2/4/22 എൻ്റർ ചെയ്തു. സി ആറിൽ അതായത് ക്യാഷ് ആണ് വരിക. അതായത് SBI അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. SBI അക്കൗണ്ടാണ് നമ്മളിപ്പോൾ കൂടിയത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഡെപ്റ്റർ ടു ക്യാഷ് ആണ്. സി ആറിൽ ക്യാഷ് ഉണ്ട്. സ്പേസ് ബാർ എടുത്തു കഴിഞ്ഞാൽ ലെഡ്ജറിൽ ഇവിടെ കാണാം. ക്യാഷ് സെലക്ട് ചെയ്തു. എത്രയാണുള്ള? 8 ലാഖ് അല്ലേ? 8 1 2 3 4 5 8 ലക്ഷം. ഡി ആറിൽ ഓൾറെഡി SBI സെലക്റ്റഡ് ആയതുകൊണ്ട് ഞാൻ SBI ലെഡ്ജറിന് സെലക്ട് ചെയ്തു. 8 ലാഖ് ഓട്ടോമാറ്റിക്കലി വന്നു. ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ആയതുകൊണ്ട് തന്നെ
ഇങ്ങനെയുള്ള വിൻഡോ ഒക്കെ വരും. അപ്പോൾ അതൊക്കെ എൻ്റർ അടിച്ച് നമ്മൾ പോവാം. ബാങ്കിൻ്റെ റൂൾസുകളാണ്. അപ്പോൾ അത് നേരിട്ട് ആക്സെപ്റ്റ് ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു SBI ബാങ്ക് ആക്സെപ്റ്റ് എസ്. ഓക്കെ. ദെൻ അടുത്ത എൻട്രി നമുക്ക് എന്താ നോക്കാം. വീണ്ടും സെക്കൻഡിൽ ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ ക്യാഷ്. പർച്ചേസ്ഡ് ക്യാഷിന് പർച്ചേസ് ചെയ്ത ഗുഡ്സ് എന്നാണ്. 5 ലക്ഷം രൂപയ്ക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ പർച്ചേസ് അക്കൗണ്ടിൽ തന്നെ പർച്ചേസ് വൗച്ചറിൽ പോയാൽ മതി. ഇപ്പം നമ്മൾ പർച്ചേസ് വൗച്ചർ നോക്കുമ്പോൾ ഇവിടെ സപ്ലയർ ഇൻവോയ്സ് നമ്പർ, പാർട്ടി നെയിം, പർച്ചേസ് ലെഡ്ജർ, കറണ്ട് ബാലൻസ്, നെയിം ഓഫ് ഐറ്റം, ക്വാണ്ടിറ്റി, റേറ്റ്, ഇത് ഇൻവോയ്സ് ബില്ലിലാണ് വന്നിട്ടുള്ളത്. പർച്ചേസും സെയിൽസും വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഇൻവോയ്സിലേക്ക് മാറും. അപ്പം നമ്മൾ ആ ഇൻവോയ്സിലേക്ക് മാറുമ്പോൾ നമ്മളിവിടെ ഇൻവോയ്സിലല്ല ചെയ്യുന്നത്, നമ്മളിവിടെ വൗച്ചർ മോഡലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ റൈറ്റ് സൈഡിൽ വെർട്ടിക്കൽ ബട്ടൺ ബാറിൽ വൗച്ചർ എന്ന് ഇവിടെ കാണാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇൻവോയ്സിലേക്ക് ഞാനിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ Ctrl+V അടിക്കുന്ന സമയത്ത് ഇത് ഇപ്പോൾ ഇപ്പോൾ ആസ് വൗച്ചറിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ വൗച്ചർ മോഡായി. ഐറ്റം നെയിം, ക്വാണ്ടിറ്റി ഒന്നുമില്ല. ഓക്കെ. ഡെബിറ്റ്, ക്രെഡിറ്റ്, CR എന്നുള്ള രീതിക്കായി. 2 ഡേറ്റിൽ തന്നെയാണ് അല്ലേ, 2-ൽ തന്നെയാണ് നമ്മളുടെ പർച്ചേസ് എന്ന് പറയുന്നത്. ഗുഡ്സ് പർച്ചേസ് April 2. ഇപ്പോൾ 2 ഏപ്രിൽ തന്നെയാണ് വേണ്ടത്. നമ്മളൊരു ഇൻവോയ്സ് നമ്പറായിട്ട് ഞാനിവിടെ മുകളിൽ നമ്പർ 1 എന്ന് ഉദ്ദേശിക്കുന്നത് 1ാമത്തെ പർച്ചേസ് വൗച്ചറാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ഞാനിത് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വീണ്ടും ഒരു പർച്ചേസ് വൗച്ചർ എടുക്കുന്ന സമയത്ത് ഇവിടെ നമ്പർ 2 എന്നായിരിക്കും. അതായത് 1 ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ് ഇനി 2ആണ് നിങ്ങൾ ചെയ്യാനുള്ളതെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഇത് നമ്പർ 1 എന്ന് വെച്ചാൽ ആദ്യത്തെ ആയിട്ടുള്ള 1ാമത്തെ പർച്ചേസ് വൗച്ചറാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒന്നും ഇതിൽ പർച്ചേസ് വൗച്ചറിൻ്റെ ഒന്നും ഇല്ല എന്നർത്ഥം. ഇപ്പോൾ ഞാനിവിടെ 01 എന്ന് പറയുന്ന നമ്പർ കൊടുത്തു. ഇവിടെ ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് പർച്ചേസ് ചെയ്ത് അന്ന് തന്നെ നമുക്ക് ചിലപ്പോൾ സാധനം കിട്ടിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ സാധനം കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആ പർച്ചേസ് ഓർഡർ കൊടുത്ത സമയത്ത് നമ്മൾ പർച്ചേസ് ചെയ്യാൻ നേരത്ത് അവിടുന്ന് എന്താണോ പാക്ക് ചെയ്തിട്ടുള്ളത് ആ പാക്കിംഗ് ഡേറ്റ് ആണ് ഈ ഒരു ഡേറ്റിനെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അടുത്തെത്തുമ്പോൾ നമ്മൾ ക്യാഷ് പേ ചെയ്യുന്നു. ആ സമയത്ത് നമ്മൾ നമ്മുടെ ഷോപ്പിൽ എൻ്റർ ചെയ്യുന്നു. അതാണ് നമ്മുടെ വൗച്ചർ ഡേറ്റ്. ഇവിടെ ഇപ്പം രണ്ടും ഒരേ ഡേറ്റിൽ തന്നെ കൊടുക്കാം. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന്, ആമസോണിൽ നിന്നൊക്കെ ചെയ്യുന്ന പോലെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഒരു സ്ഥലത്ത് നിന്ന് ഓർഡർ ചെയ്ത ആ എമൗണ്ട് 1-ാം തീയതി ഓർഡർ ചെയ്തു, 5-ാം തീയതിയാണ് സാധനം എത്തുന്നത് എങ്കിൽ 1-ാം തീയതി അവരുടെ പാക്ക് ചെയ്തിട്ട് അവരുടെ ബില്ല് ആ കമ്പനിയിൽ നിന്നും നമുക്ക് തരും. നമുക്ക് 5-ാം തീയതിയാണ് നമുക്ക് നമ്മുടെ സാധനം എത്തുന്നത്. അപ്പോൾ 5-ാം തീയതി മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, പർച്ചേസ് വൗച്ചറിൽ ചെയ്താൽ മതി. നമ്മുടെ ക്യാഷ് എന്താണ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് അന്നാണ് നമ്മൾ ചെയ്യുക. പക്ഷെ ആ ബില്ലിൽ ഇതിലുണ്ടായിരിക്കും നമ്മുടെ വൗച്ചർ ഡേറ്റ് 5 ആയിരിക്കും. അപ്പോൾ അതാണ് ഈ ഡേറ്റും ഈ ഡേറ്റും നമ്മൾ വ്യത്യാസം. ഇതെന്ന് പറഞ്ഞാൽ വൗച്ചറിൻ്റെ ഡേറ്റ്, ഇത് പാക്കിംഗ് ഡേറ്റ്, നമ്മുടെ പ്രൊഡക്റ്റ് പാക്കിംഗ് ഡേറ്റ്. ഇപ്പം നമ്മൾ അതൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ 2 ഡേറ്റിൽ തന്നെ എൻ്റർ ചെയ്യുന്നു. ദെൻ CRൽ എന്താ വരുന്നത്, ഇവിടെ എന്താണ് നമ്മുടെ ജേണൽ എന്താ വരിക, ഗുഡ്സ് പർച്ചേസ്. അപ്പം പർച്ചേസ് ആണ് നമ്മുടെ സാധനം, നമ്മുടെ ഗുഡ്സ് നമ്മുടെ കമ്പനിയിലേക്ക് എത്തിയെന്നാണ്. അപ്പം പർച്ചേസ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് 5 lakh. ഓക്കെ. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. അപ്പോൾ CRൽ ക്യാഷ് ആണ് വേണ്ടത്. ഓൾറെഡി ക്യാഷ് നമ്മൾ ലെഡ്ജറിൽ സെലക്ട് ഉണ്ട്. അപ്പോൾ ക്യാഷ് കൊടുത്തു. സപ്ലയറുടെ നെയിം ഉണ്ടെങ്കിൽ സപ്ലയർ നെയിം കൊടുക്കാം ക്യാഷിന് പകരം. സപ്ലയർ ആരെങ്കിലും അവിടെ കാണിച്ചിട്ടുണ്ട് എങ്കിൽ ക്യാഷിനാണ് നമ്മൾ പർച്ചേസ് ചെയ്തതെങ്കിലും പാർട്ടി നെയിം അവിടെ ഉണ്ടെങ്കിൽ ഇവിടെ പാർട്ടി നെയിം കൊടുക്കാം. സപ്ലയർ ഡീറ്റെയിൽസ് ആണ്. ഇപ്പോൾ ഇവിടെ പാർട്ടി നെയിം ഒന്നും തരാത്തത് കൊണ്ട് തന്നെ ഞാനിവിടെ ക്യാഷ് തന്നെ കൊടുത്തു. ഇവിടെ പാർട്ടി നെയിം ഉണ്ടെങ്കിൽ നമുക്ക് ആ പാർട്ടി നെയിമിനെ മെൻഷൻ ചെയ്യാം. ഇപ്പോൾ ബില്ലിൽ അവരുടെ പേരുണ്ടായിരിക്കും. ഇനി എത്രയാ, 8 lakh ആണ്. എത്രയാണ് കൊടുത്ത പർച്ചേസ് ചെയ്ത് 5 lakh. ഓക്കെ. 5 lakhനാണ് നമ്മൾ 5 1 2 3 4 5 lakhനാണ് ഇപ്പോൾ പർച്ചേസ് ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചതായതുകൊണ്ട് തന്നെ പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് ഒരു വൗച്ചർ ഓൾറെഡി അവിടെ ഉണ്ട്. ഐറ്റം ചോദിച്ചപ്പോൾ 5 lakh. ഓക്കെ. പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും. കേട്ടോ, ഇവിടെ പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തായാലും മൾട്ടി ലെഡ്ജറിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് പർച്ചേസ്. അപ്പോൾ അതുകൊണ്ടാണ് പർച്ചേസ് ഡിഫോൾട്ടായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ എൻ്റർ അടിച്ചു, 5 lakh എൻ്റർ അടിച്ച് ആക്സെപ്റ്റ് ചെയ്തു. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ഗുഡ്സ് പർച്ചേസ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഗുഡ്സ് സോൾഡ് ഏപ്രിൽ മെയ് അടുത്ത മാസം 1-ാം തീയതി, അതായത് നമ്മൾ അടുത്ത മാസം 1-ാം തീയതിക്ക് ആക്കിയത് കാരണം നമ്മൾ 1-2 ഡേറ്റ് മാത്രമേ ഇതിൽ അവൈലബിൾ ഉള്ളൂ എഡ്യൂക്കേഷൻ മോഡ് ആയതുകൊണ്ട്. ഇപ്പം മെയ് 1 ഗുഡ്സ് സോൾഡ് ഫോർ ക്യാഷ് ₹10 lakh, 10 ലക്ഷം രൂപയ്ക്ക് സാധനം വിറ്റു എന്ന് പറഞ്ഞിട്ടുണ്ട് 1-ാം തീയതി. അപ്പം നമുക്ക് സെയിൽസിലാണ് അല്ലേ.
സെയിൽസിലാകുമ്പോൾ അങ്ങനെ ക്യാഷാണ് നമുക്ക് വരിക, സാധനം പോകും. അപ്പോൾ ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു, അതായത് സെയിൽസ് വരുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സോൾഡ് അക്കൗണ്ട് അല്ല, സെയിൽസ് അക്കൗണ്ട്. ഓക്കെ, ഇവിടെ പാർട്ടി നെയിം ഒന്നും തന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ നേരെ സെയിൽസ് വൗച്ചറാണ് എടുക്കേണ്ടത്. സെയിൽസ് വൗച്ചർ എടുത്തു. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻവോയ്സ് മോഡാണ്, അതിനെ നമ്മൾ എന്ത് ചെയ്യണം, വൗച്ചർ മോഡിലേക്ക് മാറ്റണം. ക്വാണ്ടിറ്റി റേറ്റും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ദാറ്റ് ഈസ് എ ഇൻവോയ്സ് മോഡ്. അപ്പോൾ നമുക്കിവിടെ കൺട്രോൾ വി അല്ലെങ്കിൽ ആസ് വൗച്ചർ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അതും വൗച്ചർ മോഡിലേക്ക് മാറി. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെഫറൻസ് നമ്പർ, സപ്ലയർ ഇൻവോയ്സ് നമ്പറിന് പകരം ഇവിടെ റെഫറൻസ് നമ്പറാണ്, ഇതും നമ്പർ 1 ആണ്. ഞാനിവിടെ 01 എന്ന് കൊടുത്തു. ഇവിടെ DR എന്ന് പറയുന്നത് എന്താണ്, അത് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അല്ല സെയിൽസ് അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് അക്കൗണ്ട് എന്നാണ്. ഡെപ്റ്ററിൽ സെയിൽസ് ആണ് വരുന്നത്, സെയിൽസ് ഇവിടെ ഓൾറെഡി വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ DR നമ്മൾ എന്താ പറയുന്നത്, DR ക്യാഷ് അല്ലേ. ഓക്കെ, DR ക്യാഷ് ആണ്, നമ്മുടെ കമ്പനിയിലേക്ക് ക്യാഷ് വന്നു. CR സെയിൽസ് വേണ്ടത്. ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ക്യാഷ് കൊടുത്തു. ക്യാഷ് ഇപ്പോൾ ഇവിടെ ബയറുടെ പേര് അവിടെ ഉണ്ടെങ്കിൽ ഇവിടെയും ബയേഴ്സിന്റെ പേര് ഇവിടെ മെൻഷൻ ചെയ്യാം. അവിടെ ഇല്ലാത്തതുകൊണ്ട്, പേരും അഡ്രസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ ക്യാഷ് ആയതുകൊണ്ട് കൊടുത്തു. എത്ര രൂപയ്ക്കാണ്? 10 lakh അല്ലേ, 10 lakh. ഓക്കെ, അപ്പോൾ 10 lakh എന്ന് പറഞ്ഞിട്ട് 10 1 2 3 4 5 10 lakh എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ കൊടുത്തു. അവിടെ സെയിൽസ് ഓൾറെഡി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലേ, ലെഡ്ജർ നമ്മളിവിടെ സെയിൽസ് ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും. മുകളിൽ കണ്ടോ, സെയിൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്നലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മൾട്ടിപ്പിൾ, അതുകൊണ്ട് തന്നെ ആ ലെഡ്ജർ ഓൾറെഡി അവിടെ ഡിഫോൾട്ട് ആയിട്ട് വന്നത്. ഓക്കെ, അപ്പോൾ സെയിൽസ് എത്രയാണ് വന്നത്? 10 lakh. ഇപ്പോൾ ഇവിടെ സെയിൽസും സെലക്ട് ചെയ്തു, 10 lakh ഓട്ടോമാറ്റിക് വന്നു. ജസ്റ്റ് ആക്സെപ്റ്റ്. നറേഷനൊക്കെ കൊടുക്കണം നിങ്ങൾ, ഞാൻ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്ത് പോയിട്ടില്ല. ദെൻ മൈ ഫസ്റ്റിൽ തന്നെ സെയിം മിഷൻ പർച്ചേസ്ഡ് സ്റ്റാർ ഗ്രൂപ്പിന്റെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഒരു പാർട്ടി നെയിം അവിടെ വന്നത് കൊണ്ട് തന്നെ ക്യാഷ് എന്ന് പറഞ്ഞ ഒരു സംഭവം വാക്കോടെ പറഞ്ഞിട്ടില്ല, ദാറ്റ് ഈസ് ക്രെഡിറ്റിന്. അപ്പോൾ ക്രെഡിറ്റിനായിരിക്കും ഈ സാധനം എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ സെയിം മെഷീൻ പർച്ചേസ്ഡ് സ്റ്റാർ ഗ്രൂപ്പിന്റെ കയ്യിൽ നിന്നും ഈ ഒരു സെയിം മെഷീൻ പർച്ചേസ് ചെയ്തു റുപ്പീസ് 1 lakh, 1,00,000 രൂപയ്ക്ക്. ആൻഡ് ഇൻസ്റ്റാളേഷൻ എക്സ്പെൻസ് ചാർജ്, ആ മെഷീൻ ഇൻസ്റ്റാളേഷന് വേണ്ടിയിട്ട് ഒരു 10,000 രൂപയും കൂടി എക്സ്ട്രാ പേ ചെയ്യേണ്ടി വന്നിട്ടില്ല, പേ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പെൻസ് ഇവിടെ ഉണ്ട് എന്നർത്ഥം. അപ്പോൾ ടോട്ടലി ആ ഒരു മെഷീന് 1,10,000 ആണ് വരുന്നത്. 1,10,000, 1,00,000 ഇവിടെയും 10,000 അതിൻ്റെ ഇൻസ്റ്റാളേഷൻ ചാർജ് ആയിട്ട് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ടോട്ടലി നമ്മൾ ഈ ഒരു കടത്തിനാണ് എടുത്തത്, ഇൻസ്റ്റാളേഷൻ ചാർജ് അടക്കം. അപ്പോൾ ടോട്ടലി ആ ഒരു മെഷീൻ എത്രയായി ഇപ്പോൾ? 1,10,000 എന്ന് പറയുന്ന ഒരു എമൗണ്ട് ആയി. അപ്പോൾ നമ്മുടെ കമ്പനിയിലേക്ക് എന്ത് വന്നു? മെഷീനറി വന്നു. മെഷീനറി നേടിയാലും നമുക്ക് കുഴപ്പമില്ല. മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്ന് പറയാനായിട്ടില്ല, ക്യാഷ് നമ്മൾ കൊടുത്തിട്ടില്ല. സ്റ്റാർ ഗ്രൂപ്പിന് പിന്നെ നമ്മൾ കൊടുക്കാനാണ്. എത്രയാ ടോട്ടൽ? 1,10,000, 1,10,000 രൂപയോളം നമ്മൾക്ക് സ്റ്റാർ ഗ്രൂപ്പിന് കൊടുക്കാനാണ്. അപ്പോൾ നമ്മളിവിടെ മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ഏതിലാണ് ചെയ്യുക? ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ആണ്, ക്യാഷ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളിതൊരു ജേണൽ വൗച്ചറിലാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ജേണൽ വൗച്ചർ, അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് എൻട്രി കടത്തിനായതുകൊണ്ട്. ഇപ്പോൾ DR നമുക്ക് നമ്മുടെ കമ്പനിയിലേക്ക് എന്ത് വന്നു? മെഷീനറി എന്ന് പറയുന്നത് നമ്മൾ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മളത് ക്രിയേറ്റ് ചെയ്യണം. ആൾട്ട് മെഷീനറി എന്ന് മെഷീനറി എന്ന് കൊടുത്തു. മെഷീനറി എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ് ആണ്. ഫിക്സഡ് അസറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തു. ഫിക്സഡ് അസറ്റ് ആണ് അതിന് അണ്ടർ വരുന്നത്. നമ്മൾ മെഷീനറി ഫിക്സഡ് അസറ്റ് ആണ്. അപ്പോൾ മെഷീനറി എന്ന് പറഞ്ഞിട്ട് നേരെ എൻ്റർ അടിച്ച് പോന്നു, അക്സെപ്റ്റ് ചെയ്തു. മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മെഷീനറി എന്ന് പറയുന്ന സ്പെല്ലിങ് ചെറിയൊരു എറർ വന്നിട്ടുണ്ട്. അങ്ങനെ എന്നടിച്ചത് ആയി പോയിട്ടുണ്ട്, സോറി. നമ്മളത് ഇനിയിപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുന്നു. അപ്പോൾ പിന്നെ അത് എത്രയാണ് വന്ന? ടോട്ടലി 1 lakh എന്ന് തന്നെ കൊടുത്താൽ മതി. പിന്നെ ഇൻസ്റ്റാളേഷൻ ചാർജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എക്സ്ട്രാ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ 1 lakh മെഷീനറിക്കായിട്ട് മാത്രം കൊടുത്തിട്ടുണ്ട്. 1 2 3 4 5 എൻ്റർ അടിച്ചു. DR എന്ന് CR ആയിട്ടില്ല, വീണ്ടും DR എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ഇൻസ്റ്റാളേഷൻ ചാർജ് കൂടി നമുക്ക് അവിടെ എക്സ്പെൻസ് ആയിട്ടുള്ളതാണ് അല്ലേ. ടോട്ടലിയാണ് നമ്മൾ CR ക്യാഷ് കാണിക്കേണ്ടത്.
അപ്പോൾ ഇവിടെ നമുക്ക് ഡി എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിക്കുക. ഡി ആറിൽ എന്താണ് വേണ്ടത്? ഇൻസ്റ്റാളേഷൻ ചാർജ്. അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. വീണ്ടും അത് ആൾട്ട് സി ഇൻസ്റ്റാളേഷൻ ഇൻസ്റ്റാളേഷൻ ചാർജ്. അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. IN എന്ന് അടിക്കുമ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് അടിച്ചു പോന്നു. ആക്സെപ്റ്റ് ചെയ്തു. അത് എത്രയാണ് വന്നത്? 10,000. 1 2 3. ഓക്കെ. ഇനി CR എത്ര നമുക്ക് കാണിക്കണ്ടേ? നമുക്കിവിടെ ക്യാഷ് അല്ല, ആ പാർട്ടിനെയാണ് കാണിക്കേണ്ടത് അല്ലേ? എന്താണ് പാർട്ടിയുടെ പേര്? കടത്തിന്. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ പേര് സ്റ്റാർ ഗ്രൂപ്പ്. സ്റ്റാർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സൺഡേ ക്രെഡിറ്റേഴ്സ് ആണ്. അപ്പോൾ ആൾട്ട് സി സ്റ്റാർ ഗ്രൂപ്പ് എന്ന് ടൈപ്പ് ചെയ്തു. അത് സൺഡ്രി ക്രെഡിറ്റേഴ്സ് ആണ്. അവരുടെ അടുത്ത് നിന്ന് കടം വാങ്ങും. നമ്മളെ കയ്യിൽ നിന്ന് കൊണ്ടുവന്നാണെങ്കിൽ സൺഡേ ഡെപ്റ്റേഴ്സ്, നമ്മൾ കടത്തിന് വാങ്ങിക്കുകയാണെങ്കിൽ അവർ ക്രെഡിറ്റേഴ്സ് ആണ്. അപ്പോൾ സൺഡേ ക്രെഡിറ്റേഴ്സ്. മെയിൻറ്റെയിൻ ബിൽ ബൈ ബിൽ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കേസാക്കാൻ, ഞാൻ കൂടുതലായിട്ട് ഡീപ്പായിട്ട് തന്നെ പറഞ്ഞു തരാം. അത് ബില്ല്, നമ്മുടെ ഓരോ ബില്ലുകളും കറക്റ്റായിട്ട് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബിൽ ബൈ ബില്ല്. നമ്മൾ വാങ്ങിക്കുന്ന ബില്ലുകൾ ഓരോന്നും പല പ്രാവശ്യങ്ങളായിട്ട് ബില്ല് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഓരോ ബില്ലുകളും കറക്റ്റായിട്ട് പേ ചെയ്യാനാണ് ഇത് ഓണാക്കിയിടാൻ, എസ് ആക്കിയിടാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ആ സ്റ്റാർ ഗ്രൂപ്പിൻ്റെ ആക്സെപ്റ്റ് ചെയ്തു. ദെൻ 1,10,000. ഓക്കെ, ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. ഇതാണ് നമ്മൾ ബിൽ ബൈ ബിൽ എന്ന് പറഞ്ഞിട്ട് ഓൺ അക്കൗണ്ടിലല്ല, നമുക്കിവിടെ ന്യൂ റെഫറൻസ് എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുക്കാം. ന്യൂ റെഫറൻസ് ആയിട്ട് പുതിയൊരു ബില്ലായിട്ട് നമ്മളവിടെ കാണും. അപ്പോൾ ഒരു ബിൽ നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ബില്ല് അവിടെ ഓൾറെഡി നമുക്കവിടെ എടുക്കാൻ പറ്റും. അതും ആക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, ദെൻ ഇപ്പോൾ നമ്മളത് കഴിഞ്ഞു. ദെൻ നമ്മൾ സെക്കൻഡിൽ, മെയ് 2 എന്തുണ്ട്? പെയ്ഡ് ടു സ്റ്റാർ ഗ്രൂപ്പ് ബൈ ചെക്ക് 1 lakh. സ്റ്റാർ ഗ്രൂപ്പിന് നമ്മളിത് സ്റ്റാർ ഗ്രൂപ്പിന് ചെക്ക് പേ ചെയ്തു എന്നാണ് പറഞ്ഞത് 1 lakhന്റെ മെയ് 2, മെയ് 2. ഇപ്പോൾ ഡേറ്റ് നോക്കാം. ഡേറ്റിൽ മെയ് 2, അതായത് 2/5/22 നമ്മൾ സ്റ്റാർ ഗ്രൂപ്പിന് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 1 lakhന്റെ ചെക്ക് പേ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം പേയ്മെൻറ്റ് വൗച്ചറിലാണ്. അപ്പോൾ ഏത് വൗച്ചറിൽ അത് ചെയ്തിട്ടുള്ള? പേയ്മെൻറ്റ് വൗച്ചറിലാണ് ചെയ്യേണ്ടത്. പേയ്മെൻറ്റ് ചെയ്തു എന്നാണ്. ഓക്കെ, ഡേറ്റ് 2/5/22. നമ്മുടെ ജേണൽ എന്തായിരിക്കും വരിക? സ്റ്റാർ ഗ്രൂപ്പിന് പേയ്മെൻറ്റ് ചെയ്തു, അതായത് നമ്മുടെ കയ്യിൽ നിന്നും ക്യാഷ് പോയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാർ ഗ്രൂപ്പ് അക്കൗണ്ട് ഡെപ്റ്റർ ടു നമുക്ക് ക്യാഷ് പോയതാണ്. അപ്പോൾ ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്നും പോയതുകൊണ്ട് സ്റ്റാർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് നമ്മളുടെ സ്റ്റാർ ഗ്രൂപ്പ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അല്ല, നമ്മളിവിടെ ബൈ ചെക്കാണ്. അതുകൊണ്ട് ബാങ്ക്. സ്റ്റാർ ഗ്രൂപ്പിലേക്ക് നമ്മൾ ക്യാഷ്, നമ്മുടെ ബിസിനസ്സിൽ നിന്നും ക്യാഷ് പോയി. സ്റ്റാർ ഗ്രൂപ്പ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ചെക്ക് ആയതുകൊണ്ട് ബാങ്ക്. നമ്മൾക്ക് ആകെ ഒരു ബാങ്കേ ഉള്ളൂ, SBI ബാങ്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ കൊടുക്കുന്നുണ്ട്. ഡെപ്റ്റർ ടു, ഡെപ്റ്ററിൽ ഏതാണ് വരിക? സ്റ്റാർ ഗ്രൂപ്പ്. ഇപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റാർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട്. സ്റ്റാർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അവിടെ എത്രയാണ് കൊടുത്തിട്ടുള്ളത്? 1 lakh അല്ലേ? 1 1 2 3 4 5 1 lakh എഗെയിൻസ്റ്റ് റെഫറൻസ്. കണ്ടോ? ഇങ്ങനെ ഒരു ബില്ല് അവിടെ കിടക്കുന്നുണ്ട്, 1,00,000. ആ ബില്ലിന് അഗേൻസ്റ്റഡ് ആയിട്ടാണോ നമുക്ക് ക്യാഷ് പേ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബിൽ ബൈ ബില്ല് എസ് ആക്കി കൊടുത്തിട്ടുള്ളത്. ഇവിടെ 2-3 ബില്ലുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് വേണമെങ്കിലും ബില്ല് സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഏത് ബില്ലിന് അഗേൻസ്റ്റഡ് ആയിട്ടാണോ നമ്മൾ ഈ ക്യാഷ് അടയ്ക്കുന്നത്, അതാണ് ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റർ അടിച്ചു. ഇനി CR ഏതായിരിക്കും? CR എന്ന് പറയുന്നത് നമ്മുടെ ബാങ്ക്, SBI ബാങ്ക്. ബാങ്കിൽ നിന്ന് ചെക്കായിട്ടാണ് പോയിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ SBI ബാങ്ക് സെലക്ട് ചെയ്തു. ചെക്കായിട്ട് ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, കുറച്ച് ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട് സ്റ്റാർ ഗ്രൂപ്പ്. ഇനി ഗുഡ്സ് പർച്ചേസ്. വീണ്ടും ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അടുത്ത മാസം, അതായത് 6/1. 1/6 നമ്മൾ ചെയ്തിട്ടുണ്ട്. MI ഗ്രൂപ്പിൽ നിന്നും 1,50,000 അറ്റ് 20% ഡിസ്കൗണ്ട്. നമുക്ക് 20% ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഈ 1,50,000 അല്ല, 20,000 അറ്റ് 20% എന്നാണ് പറഞ്ഞത്. അപ്പോൾ ടോട്ടലി MI ഗ്രൂപ്പിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന സാധനത്തിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1,50,000 ആണ്. പക്ഷെ നമുക്ക് 20% ഡിസ്കൗണ്ടോട് കൂടിയിട്ടാണ് ആ സാധനം പർച്ചേസ് ചെയ്തത്. അപ്പോൾ എത്രയാണ് ഡിസ്കൗണ്ട് നമുക്കത് അറിയില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പർച്ചേസ് വൗച്ചറിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നേരെ നമുക്ക് പർച്ചേസ് വൗച്ചർ എടുക്കാൻ എങ്ങനെയായിരിക്കും വരിക? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു, ഇവിടെയും കടത്തിന് തന്നെയാണ് അല്ലേ? കടത്തിനായെങ്കിലും നമുക്ക് 20% ഡിസ്കൗണ്ട് തന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു MI ഗ്രൂപ്പ് എന്നാണ് നമുക്ക്
ജേണൽ വരിക. ഇപ്പം നമുക്ക് നോക്കാം. പർച്ചേസ് അക്കൗണ്ട് പർച്ചേസ് വൗച്ചറിൽ വന്നു. 1/5 1/5 1/6 അല്ലേ? 1/6/22. ഓക്കെ, ഇവിടെ നമുക്ക് നേരത്തെ പോലെ തന്നെ വൗച്ചർ മോഡാണ് വേണ്ടത്. വൗച്ചർ മോഡ് സെലക്ട് ചെയ്ത് ഇപ്പോൾ ഇവിടെ കണ്ട നമ്പർ 2 1 ഓൾറെഡി ഉണ്ട്, നമ്പർ 2. അപ്പോൾ ഞാൻ 02 എന്ന് പറഞ്ഞിട്ട് സപ്ലയർ ഇൻവോയ്സ് നമ്പർ കൊടുത്തു. CRൽ ക്യാഷ് അക്കൗണ്ട് ഇവിടെ നമ്മൾ എന്തായിരുന്നു? പർച്ചേസ് അക്കൗണ്ട് അപ് ടു MI ഗ്രൂപ്പ്. MI ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമുക്കതിലില്ല. ഇപ്പം നമ്മൾ ആൾട്ട് MI ഗ്രൂപ്പ് എന്ന് കൊടുത്തു. അവർ സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്. അപ്പോൾ സൺട്രി ഡെപ്റ്റേഴ്സ് നമ്മളെ അല്ലല്ലോ, പർച്ചേസ് അല്ലേ. അപ്പോൾ പർച്ചേസ് ആയതുകൊണ്ട് തന്നെ സ്റ്റാർ ഗ്രൂപ്പ് അല്ല, MI ഗ്രൂപ്പ് പർച്ചേസ് ആണ്. അപ്പോൾ സൺട്രി ക്രെഡിറ്റേഴ്സ് തന്നെ. ഓക്കെ, സൺട്രി ക്രെഡിറ്റേഴ്സ് നമ്മൾ സാധനം വാങ്ങിക്കില്ലേ, അപ്പോൾ അതേമാതിരി തന്നെ സൺട്രി ക്രെഡിറ്റേഴ്സിൻ്റെ MI ഗ്രൂപ്പ് എന്ന് പറയുന്ന പുതിയൊരു ഗ്രൂപ്പ് കൂടി നമുക്ക് വന്നു. ഓക്കെ, MI ഗ്രൂപ്പിൻ്റെ എമൗണ്ട് എത്രയെന്നുള്ളത് നമുക്കറിയില്ല. കാരണം 1,50,000 രൂപയാണ് നമ്മളിപ്പോൾ അടയ്ക്കേണ്ടത്. പക്ഷെ നമുക്ക് അതിന് 20% ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് എത്രയാണ് നമ്മൾ അടയ്ക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി ടാലി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നമുക്കൊരു കാൽക്കുലേറ്റർ അവൈലബിൾ ആക്കി തന്നിട്ടുണ്ട്. അപ്പോൾ കാൽക്കുലേറ്ററിന് നമ്മളൊരു ഷോർട്ട് കട്ട്, ഇവിടെ നമുക്ക് കൊടുത്ത ഷോർട്ട് കട്ടാണ് Ctrl N എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഒരു ആരോ മാർക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റർ ആണ്. അതായത് ഷോർട്ട് കട്ട് Ctrl N. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഹൈഡ് ആയിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഒരു ആരോ മാർക്ക് കാണാം, ഉണ്ടാവും സെൻറ്റർ പോയിന്റിൽ. ഈ ആരോ മാർക്കിന് മുകളിലേക്ക് പൊന്തിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവും. ഇനി അല്ലെങ്കിൽ ഷോർട്ട് കട്ട് അടിച്ച് കഴിഞ്ഞാൽ പൊന്തിക്കണം എന്നില്ല, Ctrl N ആണ്. ഞാനത് ഹൈഡ് തന്നെ നിർത്തി. ഇവിടെ ഹൈഡാണ്. അപ്പം ഞാൻ Ctrl N എന്ന് ടൈപ്പ് ചെയ്തു. കണ്ടോ? അപ്പം ഇത്രയും വിൻഡോ കാൽക്കുലേറ്ററിൽ ഓൺ ആയി കിടക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്ന കഴ്സർ കൂടെ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്ന കാണാൻ നിങ്ങൾക്ക് ഉണ്ടല്ലേ. അപ്പോൾ ഈ ഒരു കാൽക്കുലേറ്ററിൽ നമ്മൾ കൊടുക്കേണ്ടത് 1,50,000 നിന്നും മൈനസ് ചെയ്താൽ മതി. എന്ത്? 1,50,000 20%. ഓക്കെ, 1,50,000 20% എത്രയാണെന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ അത് 1,50,000 നിന്നും കുറച്ചാൽ നിങ്ങളുടെ, അതായത് 1000 രൂപയ്ക്ക് നമ്മൾ 200 രൂപ ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 രൂപയല്ല നമ്മൾ അടയ്ക്കേണ്ടത്. 1000ൽ നിന്നും 200 മൈനസ് ചെയ്ത് 800 രൂപയാണ് നമ്മൾ പേ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ 1,50,000 20% നമുക്ക് ഡിസ്കൗണ്ട്. അപ്പോൾ നമ്മളവിടെ ചെയ്യേണ്ടത് 1,50,000 എന്ന് എഴുതുക. കാൽക്കുലേറ്റർ ഇവിടെ താഴെ കാൽക്കുലേറ്ററിൻ്റെ ടൈപ്പിംഗ് നിങ്ങൾക്ക് കാണാം. 1,50,000 ഒരു 0 കൂടി പോരെ. 1,50,000 മൈനസ്, ഇനി ഒരു ബ്രാക്കറ്റിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എമൗണ്ട് ആൻസർ അവിടെ കാണിച്ചു തരും. നമ്മളിപ്പോൾ തന്നെ മൈനസ് ചെയ്തിട്ട് എന്ത്, ഇതിൻ്റെ തന്നെ 20%. അപ്പോൾ ഇങ്ങനെ നോർമലി ഈ ഒരു 1,50,000 ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് കാൽക്കുലേഷൻ തെറ്റും. ഇത് മൈനസ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ 20% ഒക്കെ കാണാം. അപ്പോൾ അത് തെറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് വേറെ ക്രിയ ചെയ്യണം. അതായത് 1,50,000 ഗുണിക്കണം 20%. ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. ഓക്കെ, അതായത് ഇങ്ങനെയാണ് 1,50,000 നിന്നും 1,50,000 20% കുറയ്ക്കുന്നു. ഇതാണല്ലോ എന്തായാലും കുറവ് വരിക. അപ്പോൾ ഇതാണ് വലുത് വരിക. ഇപ്പോൾ വലുതിൽ നിന്നും ഈ ചെറുത് കുറയ്ക്കണമെങ്കിൽ ഇത് ബ്രാക്കറ്റിലാക്കി ഇട്ട് കഴിഞ്ഞാൽ ഈ ബ്രാക്കറ്റ് മാത്രമായിട്ട് ഒരു കാൽക്കുലേഷൻ നടക്കും. പിന്നെ ഇതൊന്ന് കുറയ്ക്കുകയും ചെയ്യും. എൻ്റർ അടിക്കുന്നതോട് കൂടിയിട്ട് ടോട്ടൽ ശരിക്കുള്ള എമൗണ്ട് എത്രയാണ് ആ എമൗണ്ട് എന്നുള്ളത് ഇവിടെ കാണാം. കണ്ടല്ലേ, 1,20,000. അപ്പോൾ ആ എമൗണ്ടാണ് നമ്മളിവിടെ എൻ്റർ ചെയ്യുന്നത്, 1,20,000. ഓക്കെ, ന്യൂ റെഫറൻസ് MI ഗ്രൂപ്പിൽ നിന്ന് പർച്ചേസ്. ക്ലിയർ ആയോ? ക്ലിയർ ആയിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. എങ്ങനെ ഇവിടെ 1,20,000 നമുക്ക് കിട്ടിയെച്ചാൽ കാൽക്കുലേറ്റർ ഓട്ടോമാറ്റിക് നമുക്ക് കാൽക്കുലേറ്ററിൽ നമ്മളെ ടാലിയിലത്തെ കാൽക്കുലേറ്ററിലാണ് ചെയ്തിട്ടുള്ളത്. ആക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കുന്നു. ദെൻ അടുത്ത അതേമാതിരി തന്നെ ഗുഡ്സ് സോൾഡ് മോഹൻ ആൻഡ് സൺസ്. ഇതും ക്രെഡിറ്റിനാണ്. മോഹൻ ആൻഡ് സൺസ് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ പർച്ചേസ് സെയിൽസ് തന്നെ കൊടുക്കാം. 80,000 ആണ്. അതും 12% ട്രേഡ് ഡിസ്കൗണ്ടോട് കൂടിയിട്ട് നമ്മൾ മോഹൻ ആൻഡ് സൺസിന് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ടാലിയിൽ സെയിൽസ് വൗച്ചർ എടുക്കുന്നു. ടാലിയിൽ നിന്നും സെയിൽസ് വൗച്ചറാണ് എടുക്കേണ്ടത്.
സെയിൽസ് വൗച്ചർ നമ്മൾ എടുത്തു. സെയിൽസ് വൗച്ചർ നമ്മൾ നേരെ വൗച്ചർ മോഡാക്കുക. ഡേറ്റ് നമ്മൾ ചെക്ക് ചെയ്യാം. ഡേറ്റ് എന്ന് പറയുന്നത് 2 ജൂണിലാണ്. ഓക്കെ, ഞാൻ ഡേറ്റ് ഓർമ്മ 2/6 വന്നു. ഓക്കെ, ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 02 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. നമ്മുടെ ജേണൽ എങ്ങനെ വരും? സോൾഡ് ഗുഡ്സ്. അപ്പം നമുക്ക് ക്യാഷ് വന്നിട്ടില്ല, ക്യാഷിന് പകരം ഈ വ്യക്തി നമുക്ക് തരാനാണ്. അപ്പം മോഹൻ ആൻഡ് സൺസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് എന്നാണ് പറയുക. അപ്പം നമുക്ക് മോഹൻ ആൻഡ് സൺസ് എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ വന്നിട്ടില്ല, ഡെപ്റ്റർ ടു DRൽ. അപ്പം മോഹൻ ആൻഡ് സൺസ് എന്ന് പറഞ്ഞിട്ട് ഇവർ ആരാണ്? സൺട്രി ഡെപ്റ്റേഴ്സ് ആണ്. നമ്മളെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നു. അവിടെ ബിൽ ബൈ ബില്ല് എസ് ആക്കി കൊടുത്തു, എൻ്റർ അടിച്ചു, ആക്സെപ്റ്റ് ചെയ്ത് പോന്നു. മോഹൻ ആൻഡ് സൺസ് ബയ്യർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് എത്രയാ നമുക്ക് വന്നിട്ടുള്ളത്? 80യുടെ 12% ഡിസ്കൗണ്ടിലാണ്. അപ്പം നമുക്ക് അവിടെ 80,000 നേരത്തെ ചെയ്ത അതേമാതിരി തന്നെ കൺട്രോൾ N എന്നടിച്ചു. നമ്മൾ നേരത്തെ ചെയ്ത മാതിരി തന്നെ 80,000 മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. വീണ്ടും 80,000 ഇൻറ്റു 12%, 12% അല്ലേ? 12% അല്ലേ? 12%. ഓക്കെ, ഇപ്പോൾ 12% അത് മൈനസ് ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. പിന്നെ എൻ്റർ അടിക്കുമ്പോൾ അവിടെ കാണാം 70,400. അതാണ് നമ്മുടെ ഇവിടുത്തെ ടാലിയിലെ 70,400. 70,400 രൂപ ന്യൂ റെഫറൻസിൽ ഇവിടെ നമുക്ക് സെയിൽസ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആ കാൽക്കുലേഷൻ രണ്ടും ഒരേപോലെ വന്നതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അങ്ങനെ പോയത്. പിന്നീട് ജൂലൈ 1 പെയ്ഡ് ബൈ ചെക്ക് ഫുൾ പേയ്മെന്റ് ഓഫ് MI ഗ്രൂപ്പ്. MI ഗ്രൂപ്പിന് ഇപ്പം നമ്മൾ പർച്ചേസ് MI ഗ്രൂപ്പിന് നമ്മൾ പേയ്മെന്റ് ചെയ്യാണ്. ഇപ്പം MI ഗ്രൂപ്പ് ഓൾറെഡി കണ്ടോ, ഇവിടെ ജൂൺ 1 നമ്മൾ MI ഗ്രൂപ്പിന് കടം വാങ്ങിയിട്ടുണ്ട്. 1,80,000 20% ഡിസ്കൗണ്ടിൽ 1,20,000 രൂപ ഒരു കടം ഉണ്ടായിരിക്കും. അപ്പം MI ഗ്രൂപ്പിന് പേയ്മെന്റ്. അപ്പോൾ പേയ്മെന്റ് വൗച്ചറിൽ നമ്മൾ എന്ത് ചെയ്യണം? MI ഗ്രൂപ്പ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അല്ലേ? അപ്പോൾ പേയ്മെന്റ് വൗച്ചറിൽ നമുക്ക് MI ഗ്രൂപ്പ് ഇതിൽ ചെക്കാണോ കൊടുത്തിട്ടുള്ളത്? ചെക്കാണ്. അപ്പോൾ അതുകൊണ്ട് ബാങ്കിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. MI ഗ്രൂപ്പ് അക്കൗണ്ട് ഡെപ്റ്റർ ടു SBI ബാങ്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ പേയ്മെന്റ് വൗച്ചറിൽ പോവാം. പേയ്മെന്റ് വൗച്ചറിൽ പോയി ഡേറ്റ് 1/7 അല്ലേ? ഇവിടെ 1/7 ജൂലൈ. അപ്പം നമുക്ക് നേരെ 1/7 കൊടുക്കാം. ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് 1/7/22 കൊടുത്തു. DRൽ MI ഗ്രൂപ്പ് സ്പേസ് ബാർ അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം MI ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ. MI ഗ്രൂപ്പിനാണ് കൊടുത്തിട്ടുള്ളത്. ഇവർക്ക് എത്ര കൊടുക്കാനുണ്ടെന്നുള്ളത് കറണ്ട് ബാലൻസ് ഇവിടെ ഓൾറെഡി ഉണ്ട്. ഫുൾ പേയ്മെന്റ് നടത്തി എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എത്ര പേയ്മെന്റ് അടയ്ക്കാനുണ്ടെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ MI ഗ്രൂപ്പ് എന്ന് പറയുന്ന ലെഡ്ജർ ഫുൾ പേയ്മെന്റ് കണ്ടോ, പെയ്ഡ് ബൈ ചെക്ക് ടു ഫുൾ പേയ്മെന്റ് ഓഫ് MI ഗ്രൂപ്പ്. MI ഗ്രൂപ്പിന് ഫുൾ പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ MI ഗ്രൂപ്പിന് ലെഡ്ജർ എടുത്തു കഴിഞ്ഞാൽ കാണാം കറണ്ട് ബാലൻസ് എത്ര അടയ്ക്കാനുണ്ടെന്നുള്ളത്. അപ്പോൾ ആ എമൗണ്ട് അതേമാതിരി തന്നെ ടൈപ്പ് ചെയ്താൽ മതി. 1,20,000 നമുക്ക് അവർക്ക് കൊടുക്കാനുള്ളത്. ഫുൾ പേയ്മെന്റ് ചെയ്തെന്നാണ് പറഞ്ഞത്. 1,20,000. അത് എഗെയിൻസ്റ്റ് റെഫറൻസ് കണ്ടില്ലേ? ഈ ഒരു ബില്ലിൽ രണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു നെയിമുള്ള ഒരു ബില്ലിൽ 1-ാം തീയതി പോയിട്ടുള്ള ജൂണിൽ പോയിട്ടുള്ള ഒരു ബില്ല് ഇങ്ങനെ ഒരു ബാലൻസ് എമൗണ്ട് കാണിക്കുന്നുണ്ട്. അത് ഫൈനൽ ബാലൻസ് ഇത്രയാണ്. അപ്പോൾ ആ പേയ്മെന്റ് നമ്മളത് ഫുള്ളായിട്ട് പേയ്മെന്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇവിടെ കറണ്ട് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ 0 ആയത്. MI ഗ്രൂപ്പിന് കറണ്ട് ബാലൻസ് അഗെയിൻസ്റ്റ് 2 എന്ന് പറയുന്ന ഒരു ബില്ലിൽ ആ ബില്ല് ഫുള്ളായിട്ട് പേ ചെയ്തു എന്ന് കാണിക്കുന്നുണ്ട്. ഇത് ബാങ്കിൽ നിന്നാണ് പോയിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോകണം. SBI ബാങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ SBI ബാങ്കിൽ നിന്നും ചെക്കായിട്ട് ആ ക്യാഷ് പോയിക്കോളും. ഓക്കെ, അതേമാതിരി തന്നെ ജൂലൈ 2 റിസീവ്ഡ് ഫ്രം ഫുൾ പേയ്മെന്റ് ഓഫ് മോഹൻ ആൻഡ് സൺസ്. നമ്മൾ ക്യാഷ് മോഹൻ ആൻഡ് സൺസിന്റെ കയ്യിൽ നിന്നും ഫുൾ പേയ്മെന്റ്. മോഹൻ ആൻഡ് സൺസ് ഇതേമാതിരി എത്ര തരാനുള്ളത് നമുക്ക് അവിടെ 12% കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെത്ര തരാനുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഫുൾ പേയ്മെന്റ് ഓഫ് ക്യാഷ് എന്നാണ്. ഇവിടെ ബാങ്കിന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ക്യാഷ് ആയിട്ട് അതാണ് ഉണ്ടാവുക. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മോഹൻ ആൻഡ് സൺസ്. അപ്പം നമുക്ക് നേരെ റെസിപ്റ്റ് വൗച്ചറിലാണ് വേണ്ടത്. റെസിപ്റ്റ് നമുക്ക് നേരെ ഒരു പേയ്മെന്റ് ഇങ്ങോട്ട് കിട്ടിയ പേയ്മെന്റ് അല്ല, നമുക്ക് ക്യാഷ് ഇങ്ങോട്ട് കിട്ടിയതാണ്. ബിസിനസ്സിൽ ക്യാഷ് വന്നു. ഡേറ്റ് 2 ജൂലൈ. ഓക്കെ, ഞാൻ ഡേറ്റ് ഫോർമാറ്റ് കൊടുത്ത് 2/7 ആണ്. എൻ്റർ അടിച്ചു.
ദെൻ CR എന്ന് പറയുന്നത് ആരാണ്? മോഹൻ എന്നാണ്. നമുക്ക് ക്യാഷ് കിട്ടിയത് ക്യാഷാണ് വരുന്നത്. അപ്പോൾ മോഹൻ സ്പേസ് ബാർ അടിക്കുന്ന സമയത്ത് മോഹൻ M അടിച്ചു കഴിഞ്ഞാൽ കാണാം, M വെച്ചിട്ട്. അപ്പോൾ മോഹൻ ആൻഡ് സൺസ് വന്നു. ഇപ്പോൾ എത്ര തരാനുണ്ടെന്ന് കണ്ടോ? 70,400 രൂപ എന്ന് കറണ്ട് ബാലൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഫുൾ പേയ്മെന്റ് അടച്ചു എന്നാണെങ്കിൽ ഈ എമൗണ്ട് അതേപോലെ തന്നെ ടൈപ്പ് ചെയ്താൽ മതി, 70,400. അപ്പോൾ ഇതെങ്ങനെ കിട്ടിയ വെച്ചാൽ ഇവിടെ വരും. എൻ്റർ അടിക്കുന്നതോട് കൂടിയിട്ട് ഇവിടെ കറണ്ട് ബാലൻസ് 0 ആവും. ഇപ്പോൾ ഇവിടെ എഗൻസ്റ്റ് ബില്ല് ഉണ്ടോ, 2 നമ്പർ പ്രകാരം 2 ജൂണിന് ഉള്ള ഈ ഒരു ബാലൻസ് ആണ് ഫൈനൽ ബാലൻസ് നമ്മൾ കൊടുക്കുന്നത്. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കറണ്ട് ബാലൻസ് കണ്ടില്ലേ, 0 ആയി. എഗൻസ്റ്റ് റെഫറൻസ് എന്ന് പറയുന്ന രീതിയിലേക്ക് വന്നു. കറണ്ട് അപ് ടു ക്യാഷ്. ഓക്കെ, അപ്പോൾ ക്യാഷ് ആയിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഫുൾ ക്ലോസ്ഡ് ആയി. ഇപ്പോൾ നമ്മൾ എല്ലാ ട്രാൻസാക്ഷനും കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മൾ ട്രയൽ ബാലൻസ് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് നേരെ ട്രയൽ ബാലൻസ് ഗേറ്റ് ടാലിയിൽ വന്നു. ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ എൻ്റർ ചെയ്തു. ഡിസ്പ്ലേയിൽ പോയി നോക്കുമ്പോൾ ട്രയൽ ബാലൻസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് 38,87,400 നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ട്രയൽ ബാലൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രയൽ ബാലൻസ് ആണ് നമുക്ക് ഇപ്പോഴത്തെ ട്രയൽ ബാലൻസ്. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഏത് എമൗണ്ട് ആണ് കിട്ടുന്നത് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ട് ഈ ഒരു ട്രാൻസാക്ഷൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ട്രയൽ ബാലൻസ് എന്ന് പറയുന്ന എമൗണ്ട് ഇതാണ്. ഓക്കെ, അപ്പോൾ ബാലൻസ് ഷീറ്റ് അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് നോക്കാം. ബാലൻസ് ഷീറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ബാലൻസ് ഷീറ്റിൽ ഇതാണ് വരുന്നത്, 31,400,000. ഓക്കെ, അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അതിൽ ചെക്ക് ചെയ്യാം. ഇപ്പോൾ ട്രയൽ ബാലൻസ് മാറിപ്പോകരുത്. നിങ്ങൾക്കും എത്രയാണ് കിട്ടിയെന്നുള്ളത് നിങ്ങൾ മെൻഷൻ ചെയ്യുക. നിങ്ങൾക്ക് ഇതേ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിൽ പറയാം. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ മെസ്സേജ് അയക്കാം. ഇപ്പോൾ 38,87,400 ഇപ്പോൾ നമുക്ക് ട്രയൽ ബാലൻസ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണ് കിട്ടിയതെന്ന് വെച്ചാൽ നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. ചെയ്ത കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ടൈം കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ട്. നമ്മൾ ഇത്രയും ട്രാൻസാക്ഷൻസ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് പറഞ്ഞത്. ഓക്കെ, ഇനി നല്ല രീതിയിൽ നോട്ടും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാം. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. റിവൈൻഡ് ചെയ്ത ഓരോ ഭാഗങ്ങളും കാണാം, എന്നിട്ട് നോട്ട്സൊക്കെ കറക്റ്റ് ചെയ്യുക. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.